الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وهم يصطرخون فيها ربنا أخرجنا نعمل صالحا غير الذي كنا نعمل أولم نعمركم ما يتذكر فيه من تذكر وجاءكم النذير فذوقوا فما للظالمين من نصير. സ്നേഹവും ബഹുമാനം നിറഞ്ഞ വിശ്വാസികളെ, സർവ്വലോക സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കൃത്യമായി പാലിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായി നമ്മുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ കഴിവിൻ പരമാവധി എല്ലാ സന്ദർഭങ്ങളിലും ശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ പുതുവർഷത്തിലൂടെയാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. മാസങ്ങളും വർഷങ്ങളും ദിവസങ്ങളും സമയങ്ങളുമെല്ലാം വളരെ വേഗത്തിലാണ് എന്ന് നമുക്കെല്ലാം അറിയാം. അതോടൊപ്പം തന്നെ ഒരു യാഥാർത്ഥ്യമുള്ളത്, നാം അതിന് ഗൗരവം കൊടുക്കാറില്ല. ഇവകളുടെ വേഗതയോടൊപ്പം നമ്മുടെ ആയുസ്സും തീർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന സത്യം. അതായത് നാം എല്ലാവരും മരണത്തോട് അടുത്തടുത്ത് വരുന്നു, അതിൻ്റെ വേഗത കൂടുന്നു. കർമ്മഫലം അനുഭവിക്കുന്നതിനുള്ള ലോകത്തേക്കുള്ള യാത്രയുടെ വേഗതയാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ സമയത്തിൻ്റെ എല്ലാ മേഖലകളും അതിനു വേണ്ടിയുള്ള പരിശ്രമം ആക്കലാണ് നമ്മുടെ ഉത്തരവാദിത്വം. ഭൂമി അതിൻ്റെ വേഗത വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം അതിൻ്റെ കാലാവസ്ഥയും മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, മഴയ്ക്ക് മുമ്പ് നാം അതീവ ഗൗരവമുള്ള ചൂടിലായിരുന്നു. നമുക്കിപ്പോൾ മഴ ഉണ്ട്, നാം ഒക്കെ തണുത്തു എങ്കിലും ലോകത്തിൻ്റെ വേറെ ഭാഗങ്ങളിലെല്ലാം നാം അനുഭവിച്ചതിൻ്റെ എത്രയോ ഇരട്ടി ഉള്ള ഉഷ്ണത്തിലാണ് അവരെല്ലാം.
യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം ഒരു ഘട്ടത്തിൽ തണുത്ത് വിറച്ച് ഐസായിരുന്ന, അതായത് വാഹനങ്ങളുടെയും വീടുകളുടെയും ഒക്കെ മുകളിലും റോഡുകളിലുമൊക്കെ ഐസിൻ്റെ കൂമ്പാരമായിരുന്ന, വാഹനം ഓടിക്കാൻ പ്രത്യേക യന്ത്ര സാമഗ്രികളെ കൊണ്ട് ഐസ് തട്ടിമാറ്റി വാഹന സൗകര്യത്തിന് റോഡ് സജ്ജീകരിച്ചിരുന്ന നാട്ടിൽ ഇന്ന് ചൂട് കാരണമായി റോഡുകൾ പോലും ഉരുകി ഒലിക്കുന്നു, വാഹനത്തിൻ്റെ ടയറുകൾ ഉരുകി ഒലിക്കുന്നു. 1000-ഓളം ആളുകൾ ലഭ്യമായ കണക്കനുസരിച്ച് ചൂടിനാൽ മരിച്ചു എന്നാണ്. ഇതിപ്പോൾ അവിടെയല്ലേ എന്നോർത്ത് നമുക്ക് സമാധാനിക്കാൻ സമയമില്ല. കാരണം അതിൻ്റെ ഒരു സാമ്പിൾ നമുക്കും അനുഭവപ്പെട്ടു കഴിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം ആഖിറത്തിലേക്ക് അടുക്കാനുള്ള വേഗതയോടൊപ്പം ഈ ഭൂമിയും അതിൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ സമയമടുത്തിരിക്കുന്നു എന്ന് വിളിയാളം അറിയിക്കുകയാണ്. ഇദശംസു കുവ്വിറത്ത് പോലെയുള്ള, ഇദസ്സമാഉൻ ഷഖത്ത് പോലെയുള്ള അധ്യായങ്ങളും അള്ളാഹുവിൻ്റെ മറ്റ് താക്കീതുകളെല്ലാം പരിശുദ്ധ ഖുർആനിലൂടെ നാം പരിശോധിച്ചാൽ അതീവ ഗൗരവത്തോടെയാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞു വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് എന്നോടും നിങ്ങളോടുമൊക്കെ നമുക്കൊക്കെ പറയാനുള്ളത്, പരസ്പരം അങ്ങുമിങ്ങും ഉപദേശിക്കാനുള്ളത്, സത്യവിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുക, സൽക്കർമ്മങ്ങളിൽ വർദ്ധിത വീര്യത്തോടെ മുന്നേറുക, പരസ്പരം ക്ഷമയും സഹനതയും അമലുസ്വാലിഹാത്ത് കൊണ്ട് ഉപദേശിക്കുക. ഉപദേശിക്കുന്നതിനു മുമ്പ് നാം എല്ലാവരും ഉപദേശിക്കാൻ അർഹനായിത്തീരുക. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്ന വിശ്വാസികളുടെ പ്രാർത്ഥന അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളെ അള്ളാഹുവെ മുത്തഖീങ്ങൾക്ക് ഇമാമാക്കണമേ എന്ന. നമുക്കറിയാം ആരാ മുത്തഖീ? അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തനുസരിച്ച് ജീവിതത്തെ നന്നാക്കി തീർത്തവൻ്റെ പേരാണ് മുത്തഖി. ഹറാം ഹലാലുകളെയൊക്കെ സൂക്ഷിച്ച് ജീവിക്കുന്നവൻ. അവർക്ക് ഇമാമാക്കണം എന്ന് പറയുമ്പോൾ, അവർക്ക് ഒരു നേതാവാക്കണം, അവർക്ക് ഒരു മാതൃകയുള്ളവനാക്കണം എന്ന് പറയുമ്പോൾ, സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തെ ഇനിയും എത്ര കണ്ട് നാം മാറ്റേണ്ടതുണ്ട്. പല മേഖലകളിലും നമ്മുടെ സമയങ്ങൾ കഴിയുന്നു. അത് നാം ഉപദേശമായി പറഞ്ഞതുകൊണ്ടോ അത് കേട്ടതുകൊണ്ടോ കാര്യമില്ല. അത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകൾ നമുക്കറിയാം. 60 കഴിഞ്ഞാൽ പിന്നീട് ഒരുപാടൊന്നും നാൾ ജീവിതം പ്രതീക്ഷിക്കേണ്ടതില്ല. എൻ്റെ സമുദായത്തിന് ഒരു നിയന്ത്രണ രേഖ വച്ചിരിക്കുന്നത് 60ആണ്, ചിലപ്പോൾ 70 ആയേക്കാം. അതിനപ്പുറം പോകുന്ന ആളുകൾ വളരെ കുറവായിരിക്കും. നമ്മിൽ പല ആളുകളും 60 അടുത്തു, 60 കഴിഞ്ഞു, 60ലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശൈശവം, നമ്മുടെ ബാല്യം, കൗമാരം, യുവത്വം, വാർദ്ധക്യം, പിന്നീടുള്ള ബർസഖ് അഥവാ ഖബറിലുള്ള ജീവിതം, പിന്നീട് മഹ്ശർ, പിന്നീടുള്ള ഒന്നിരിക്കൽ സ്വർഗം അല്ലെങ്കിൽ നരകം. ഇങ്ങനെ 7-8 ഘട്ടങ്ങളായാണ് നമ്മുടെ ജീവിതത്തെ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നത്. അതിൽ ശൈശവത്തെ സംബന്ധിച്ച് വലിയ ചോദ്യപ്പാടൊന്നുമില്ല. കാരണം അന്ന് കൂടുതലൊന്നും നമുക്കറിയില്ല, തിരിയില്ല. ബാല്യമാകുമ്പോഴേക്കും
ചില കാര്യങ്ങളിലെല്ലാം, ആരാധനാ കർമ്മങ്ങളിലും വിശ്വാസ കാര്യങ്ങളിലുമെല്ലാം പരിശീലനവും വിശ്വാസം ഊട്ടി ഉറപ്പിക്കേണ്ട പഠനങ്ങളും ഇസ്ലാം ആവശ്യപ്പെടുന്നുണ്ട്. നിങ്ങളുടെ മക്കൾക്ക് 7 വയസ്സ് ആകുമ്പോൾ മുതൽ നിങ്ങൾ നിസ്കാരവും നോമ്പും ഒക്കെ ഉപദേശിച്ചു കൊണ്ടിരിക്കണം. അവരോട് അതിനുവേണ്ടി പ്രേരണ നൽകണം. ആ പ്രേരണയിലൂടെ അവർ വളർന്നു വന്ന് 10 വയസ്സാകുമ്പോൾ അവർ ആ പ്രേരണയിൽ നിന്നും കിട്ടുന്ന ഈമാനിക ആവേശം കൊണ്ട് അവർ നിസ്കാരക്കാരായിത്തീരണം, നോമ്പുകാരും ആയിത്തീരണം. അതിനവർ വിമുഖത കാണിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അവരുടെ നേരെ ചില നടപടികളൊക്കെ സ്വീകരിക്കാം. നിർബന്ധപൂർവം അവരെ അത് ചെയ്തേ പറ്റൂ എന്നവരോട് നിർബന്ധിക്കുകയും അടിക്കുകയും ചെയ്യാം. അതിൻ്റെ പേരിൽ ഈ നിലയിലുള്ള ബാല്യവും കഴിഞ്ഞ് കൗമാരത്തിലെത്തിയാൽ പിന്നെ അതിനവൻ ഉപദേശങ്ങളോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു നിർബന്ധത ഒന്നും കൂടാതെ തന്നെ ഇതൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരണം. അതിന് അവൻ്റെ വീട് സജ്ജമായിരിക്കണം. വീടിൻ്റെ മാഹൗല് അഥവാ ചുറ്റുപാട്, അവൻ്റെ ചുറ്റുപാടും അവൻ എവിടെയൊക്കെ സഞ്ചരിക്കുന്നോ പോകുന്നോ, പഠനാവശ്യങ്ങളാകട്ടെ വിനോദാവശ്യങ്ങളാകട്ടെ, അവൻ ബന്ധപ്പെടുന്ന മേഖലകളും ആ നിലയിലുള്ളത് ആയിരിക്കണം. മാതാപിതാക്കൾ അതിന് ശ്രദ്ധിക്കണം, ഉത്തരവാദിത്തമാണ്. നിങ്ങളെല്ലാവരും ഭരണം നടത്തുന്നവരാണ്, ഭരണീയരാണ്. നിങ്ങളുടെ കീഴിലുള്ള പ്രജകളെ സംബന്ധിച്ച്, ആളുകളെ സംബന്ധിച്ച് നിങ്ങളോട് ചോദ്യമുണ്ടാകും. വെറുതെ ആരെയും അങ്ങോട്ട് വിടുമെന്ന് വിചാരിക്കേണ്ടതില്ല. കുല്ലുക്കും റാഴി വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതിഹി. എല്ലാവരും ഭരണീയരാണ്. ആ നിങ്ങളുടെ കീഴിലുള്ള ആളുകളെ, പ്രജകളെ സംബന്ധിച്ച് ചോദ്യപ്പാടുണ്ട്. ഭാര്യയെ സംബന്ധിച്ച് ഭർത്താവിനോടുണ്ട്, മക്കളെ സംബന്ധിച്ച് ഇവരോട് രണ്ടുപേരോടുമുണ്ട്. നാട് ഭരിക്കുന്നവരെ സംബന്ധിച്ചും അവരുടെ പ്രജകളെ സംബന്ധിച്ചുള്ള ചോദ്യപ്പാടുണ്ട്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെയൊക്കെ ഭരണ കാലഘട്ടം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, അറിയാൻ കഴിയും. അവർക്ക് അള്ളാഹുവിൻ്റെ നിയമത്തോടുള്ള അദമ്യമായ ആ ഒരു ഭയപ്പാടും ആദരവും കാരണം ഉറക്കമൊഴിഞ്ഞു പോലും അവർ പ്രജകളുടെ കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കുമായിരുന്നു. അദ്ദേഹം പറയുമായിരുന്നു, എൻ്റെ ഭരണത്തിൻ്റെ എന്തെങ്കിലും കുറവ് കാരണമായി ആർക്കെങ്കിലും വിശപ്പോ വേണ്ട, യൂഫ്രട്ടീസ് നദിയുടെ പരിസരത്തെങ്ങാം ഒരാട്ടിൻകുട്ടി കാല് തെറ്റി വീഴുന്ന ഒരവസ്ഥ എൻ്റെ ഭരണത്തിൻ്റെ മോശം കൊണ്ടുണ്ടായാൽ എന്നോട് റബ്ബ് സമാധാനം ചോദിക്കും, ഞാൻ അതിന് പറയേണ്ടി വരും. അത് ഭയപ്പെട്ടുകൊണ്ട് കഴിവിൻ പരമാവധി ഇസ്ലാമിക ഭരണാധികാരികൾ അവരുടെ കീഴിലുള്ളവരെ പറ്റി ശ്രദ്ധ ചൊലുത്തിയിരുന്നു. അപ്പോൾ നാമും നമ്മുടെ കീഴിലുള്ളവരെ പറ്റി സഹോദരങ്ങളെ ശ്രദ്ധ ചൊലുത്തിയേ പറ്റൂ. ചൊലുത്തുന്നതിന് മുമ്പ് നാം അതിന് പാകപ്പെട്ടവനായിത്തീരുക. കുടുംബനാഥനും കുടുംബനാഥയും മക്കളോട് അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോട് ഉപദേശിക്കാൻ അർഹനായിത്തീരുക. നമ്മുടെ സമയങ്ങളെ വെറുതെ നഷ്ടപ്പെടുത്താതിരിക്കുക. അമൂല്യങ്ങളാണ് നമ്മുടെ സമയം. മുഹറം 1 10-15 ദിവസം നമ്മിൽ നിന്നും വിട പറഞ്ഞു. വളരെ വേഗത്തിലാണ്. കഴിഞ്ഞ ആഴ്ച മുഹറം 1 എന്നാ നമുക്ക് തോന്നുന്നത്. കഴിഞ്ഞ വെള്ളി നാം ഇവിടെ കൂടിയിട്ട് ഒരുപാട് ദിവസമൊന്നും ആയില്ല, പെട്ടെന്ന് വന്നു കഴിഞ്ഞു പോയി. 6-8 ദിവസങ്ങൾ. ഇങ്ങനെയാ എല്ലാത്തിൻ്റെയും വേഗത. വാടക കൊടുത്ത് താമസിക്കുന്നവർക്കറിയാം, 30-ാം തീയതി അവൻ കഴിഞ്ഞ വാടക കൊടുത്ത് തീരുന്നതിന് മുമ്പ് അടുത്ത 29-30 വന്നു കഴിഞ്ഞു. ഉടമ വീട്ടുവാതിക്കൽ വരുന്നു, അല്ലെങ്കിൽ ഫോൺ ചെയ്യുന്നു, പൈസ ഇട്ടേരെ. അവൻ ഓർക്കുക, ഇത്ര പെട്ടെന്ന് 30 ആയോ? അപ്പോൾ വളരെ തീവ്രമായ വേഗത്തിലാണ് കാലം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആയുസ് തീർന്നുകൊണ്ടിരിക്കുന്നത്. ഭൂമിയുടെ ആയുസ്സും അങ്ങനെ തന്നെ. അതുകൊണ്ട് അള്ളാഹുവും റസൂലും നമ്മോട് എന്താണോ കൽപ്പിച്ചിട്ടുള്ളത്, നിർദ്ദേശിച്ചിട്ടുള്ളത്, അതിലേക്ക് സമ്പൂർണമായി നാം മാറി വരിക.
നമ്മുടെ അനാസ്ഥയും നമ്മുടെ അലംഭാവവും നമ്മുടെ കളിയും നമ്മുടെ തമാശയും വിനോദവും എല്ലാം ഒരു പരിധി വരെ കൊണ്ട് നാം ഒതുക്കി നിർത്തുക. നിസ്കരിക്കാൻ വിളിക്കുമ്പോൾ സമയമില്ലാത്ത ആളുകൾ രാത്രി ഉറക്കമൊഴിഞ്ഞ് കളി കാണാൻ എത്രയോ വേഗത്തിലാണ് അവർ സമയം കണ്ടെത്തുന്നത്. അതിനുവേണ്ടി എത്ര സമ്പത്താണ് അവർ ചെലവഴിക്കുന്നത്, ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി. അതിൽ നാം, ഈ സമുദായമാണ് മറ്റുള്ളവരെക്കാൾ എത്രയോ മുൻപന്തിയിലുള്ളത്. നമ്മുടെ സമയത്തിൻ്റെ ദുർവിനിയോഗവും സമ്പത്തിൻ്റെ ദുർവിനിയോഗവും ആരോഗ്യത്തിൻ്റെ ദുർവിനിയോഗവും അറിവിൻ്റെ ദുർവിനിയോഗവും എല്ലാം നമ്മളോട് കൃത്യമായി ചോദ്യം ചെയ്യപ്പെടുമെന്ന് അറിവുള്ളവരും ബോധമുള്ളവരും ഒക്കെയാണ് നാം. കൂറ്റൻ ഫ്ലെക്സുകളും കട്ടൗട്ടുകളും ഒക്കെ നാം തിങ്ങി താമസിക്കുന്ന ഭാഗങ്ങളിലാണ് മറ്റ് ആളുകൾ താമസിക്കുന്ന ഭാഗങ്ങളെക്കാൾ ഗൗരവമായിട്ടുള്ളത്. സുബഹി നിസ്കരിക്കാനും മറ്റ് കർമ്മങ്ങൾക്കുമൊക്കെ നമ്മുടെ മക്കളെ എത്ര വിളിച്ചാലും അവർ എഴുന്നേൽക്കാൻ റെഡിയല്ല, തയ്യാറല്ല. നാമും ചിലപ്പോൾ പറയും എല്ലായിടത്തും കിടന്ന് ഉറങ്ങട്ടെ. എന്നാൽ ഈ കാര്യത്തിന് അവരെ ആരും വിളിക്കേണ്ടതില്ല. ഇവർക്കെങ്ങനെയാണ് ആ ഒരു ഈമാൻ ഉണ്ടായത്? നമ്മുടെ വളർത്തലിൻ്റെ കുറവല്ലാതെ, വളർത്തലിൻ്റെ അപാകതയല്ലാതെ വേറൊന്നുമല്ല സഹോദരങ്ങളെ. റസൂല് പറഞ്ഞില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, മക്കളുടെ വിഷയത്തിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധ ചൊലുത്തിക്കൊണ്ടിരിക്കണം. അവരുടെ വിഹാര മേഖലകളിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. അവർ ദീനല്ലാത്ത മേഖലകളിലേക്ക് തിരിയുന്നത് കണ്ടാൽ അവരെ ഗൗരവപൂർവം ഉണർത്തേണ്ട പ്രായത്തിൽ തന്നെ ഉണർത്തി തുടങ്ങണം. പ്രായത്തിൻ്റെ പരിധി കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ പിടിച്ചാൽ കിട്ടില്ല, അത് ചിലപ്പോൾ കയറ് പൊട്ടിച്ചു പോകും. ചെറുപ്പത്തിലെ മുതൽ, ശൈശവത്തിലെ മുതൽ, ബാല്യത്തിലെ മുതൽ അവരെ നിയന്ത്രണം പൂർണ്ണമായും സ്നേഹത്തോടെയും ഈമാനികമായ അന്തരീക്ഷത്തിലും അവരെ വളർത്തി വലുതാക്കിയാൽ, എൻ്റെ സഹോദരങ്ങളെ, ഒരു പരിധി വരെ എന്നല്ല, ഒരു 85-90% അവർ ദീനിയായ അവസ്ഥയിലേക്ക് തിരികെ വരാൻ റെഡിയുള്ളവരാണ്. കാരണം തങ്ങളല്ലേ പറഞ്ഞത്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ മനുഷ്യന്മാരും ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്നത് നല്ല ഒരു ശുദ്ധമായ പ്രകൃതിയിലാണ്. എന്തും സ്വീകരിക്കാം, നന്മയെങ്കിൽ നന്മ, തിന്മയെങ്കിൽ തിന്മ. ഇതെല്ലാം സ്വീകരിക്കാൻ റെഡിയായിക്കൊണ്ടാണ് എല്ലാ മക്കളും ജനിച്ചു വീഴുന്നത്. ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്ന, ഇവർക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന കാർന്നവന്മാരാണ്, മാതാപിതാക്കളാണ് അവരെ നേരായ വഴിയിലേക്ക് നയിക്കുന്നതും തെറ്റായ വഴിയിലേക്ക് നയിക്കുന്നതും. അബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. അപ്പം ഈ ഫിത്രത്തിൽ നമുക്ക് അല്ലാഹു നൽകിയ നമ്മുടെ കരളിൻ്റെ കഷ്ണങ്ങളെ നരകത്തിൻ്റെ വിറകിൻ്റെ കൊള്ളികളാക്കി മാറ്റാതിരിക്കാനുള്ള ഗൗരവപൂർവമായ ഉത്തരവാദിത്വം സഹോദരങ്ങളെ നാം നിർവഹിക്കുന്നില്ല എന്നതാണ് നമ്മുടെ മക്കളുടെ, നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ എല്ലാം അനിസ്ലാമികമായ ജീവിതവും പ്രവണതകളും നമുക്ക് മനസ്സിലാക്കി തരുന്നത്. സലഫു സ്വാലിഹുകളാകുന്ന ആളുകൾ പറയാറുണ്ടായിരുന്നു, ഒരു മനുഷ്യനോട് അള്ളാഹുവിന് ദേഷ്യമുണ്ട് എന്നതിൻ്റെ തെളിവാണ് സമയത്തെ വെറുതെ നഷ്ടപ്പെടുത്തി കളയുന്നത് എന്ന്. ഒരു മനുഷ്യൻ്റെ സമയം ആഖിറത്തിലേക്ക് ഉപകരിക്കാത്ത നിലയിൽ നഷ്ടപ്പെടുന്നുവെങ്കിൽ, രാത്രി ഉറക്കമൊഴിഞ്ഞിരുന്ന് കളി കണ്ടതുകൊണ്ട്, അതിനുവേണ്ടി സമയം ചെലവഴിച്ചതുകൊണ്ട് എന്ത് നേട്ടമാണുള്ളത്?
നമുക്ക് പ്രത്യേകിച്ചൊരു നേട്ടവുമില്ല. എന്നിട്ട് അതിൻ്റെ പേരിൽ ആവശ്യമില്ലാത്ത വാഗ്വാദങ്ങളും എന്തൊക്കെ കളവുകളാണ് ഫ്ലക്സുകളിലൂടെയും ബോർഡുകളിലൂടെയും ആളുകൾ വായിക്കാൻ വേണ്ടി ശുദ്ധ നുണകൾ എഴുതി വച്ചിരിക്കുന്നത്. ഇതിനെല്ലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരില്ലേ? ഇതിനു വേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്നതിനും സമയം ചെലവഴിക്കുന്നതിനുമൊക്കെ സമാധാനം പറയേണ്ടി വരില്ലേ? എങ്ങനെയാ ഭൂമി വെന്തുരുകാതിരിക്കുന്നത്? ഇപ്രാവശ്യം ഹജ്ജിന് പോയവരോടൊന്ന് ചോദിച്ചു നോക്ക് അവിടുത്തെ കാലാവസ്ഥ എന്തായിരുന്നുവെന്ന്. മദീനയിൽ എപ്പോഴും നല്ല അന്തരീക്ഷം, പ്രത്യേകിച്ച് തണുപ്പുള്ള സമയം. ആ മദീന പോലും ശക്തമായ ഉഷ്ണത്തിലായിരുന്നു. അടുത്ത സീസണിലും ഇത് മാറി മാറി വന്നുകൊണ്ടിരിക്കുക ഗൗരവപൂർവമായി. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്. നമ്മുടെയൊക്കെ പ്രവൃത്തിയും നമ്മുടെയൊക്കെ കോലം കെട്ടലും കൊണ്ടാണ് വിശ്വാസികളെ ഈ ഭൂമിയിലെ ജീവിതം തകർന്ന് തരിപ്പണമാകുന്നത്. അള്ളാഹുവിൻ്റെ മുമ്പിൽ സമാധാനം ബോധിപ്പിക്കേണ്ടി വരും എന്ന ഒരു ഓർമ്മ നമുക്ക് ചിലപ്പോൾ വെള്ളിയാഴ്ച പള്ളികളിൽ വന്നിരുന്ന് ഖുതുബകൾ കേൾക്കുമ്പോൾ ഉണ്ടായേക്കാം. പക്ഷേ അത് കഴിഞ്ഞ് സലാം വീട്ടി മസ്ജിദുകളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയാൽ, വീടുകളിലേക്ക് ചെന്നാൽ, നമ്മുടെ മാർക്കറ്റുകളിലേക്ക് ഇറങ്ങിയാൽ നമുക്ക് അങ്ങനെ ഒരു ശ്രദ്ധയേ നമ്മുടെ ജീവിതത്തിലില്ല. നിഅമത്താനി മഖ്ബൂനുൻ ഫീഹിമ, നാം ഇഷ്ടം പോലെ കേട്ടതാ, നമുക്കറിയാം, നാം പഠിച്ചതാ. 2 അനുഗ്രഹങ്ങൾ ബഹുഭൂരിഭാഗം ആളുകളും വെറുതെ നഷ്ടപ്പെടുത്തി കളയുകയാണ്. നമ്മുടെ ആരോഗ്യവും നമ്മുടെ ഒഴിവ് സമയവും. ഇന്നദ്ദുന്യ, ഈ ഭൂമി, ലൈസ ബിദാരിക്കും, നമുക്കിവിടെ കാലാകാലം താമസിക്കാനുള്ള വീടല്ല ഇത്. ഈ വീട്ടിൽ നിന്നും കതബല്ലാഹു അലൈഹൽ ഫന, ഈ ഭൂമിക്ക് അള്ളാഹു നാശം നിർബന്ധമാക്കിയിട്ടുണ്ട്. നമുക്കൊക്കെ ഉള്ളതുപോലെ, നാമൊക്കെ മരിക്കുന്നത് പോലെ ഇതും ഇവിടെ തീരും. കുല്ലുമൻ അലൈഹ ഫാൻ, എല്ലാം നശിച്ച് നാറാണക്കല്ല് കുത്തും എന്ന് പറഞ്ഞാൽ എല്ലാം തകർന്നടിയും. ഒന്നും ഇവിടെ നിലനിൽക്കുകയില്ല. ഈ അന്തസ്സിൽ, ഈ ബിൽഡിങ്ങോടെ, ഈ സൗകര്യത്തോടെ ഇതിവിടെ നിലനിൽക്കുകയില്ല. ഇതെല്ലാം തീരാനുള്ളതാണ്. അതുകൊണ്ട് ഫഅഹ്സിനു മിൻഹ അർറഹ്ല ഇലാ ദാരിൽ ആഖിറ, ആഖിറമാകുന്ന വീട്ടിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി ഇവിടെ വച്ച് നിങ്ങൾ ഏതെല്ലാം നിലയിൽ നിങ്ങൾക്ക് നന്നാക്കാൻ പറ്റുമോ ആ നന്മകളെല്ലാം വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ ദുനിയാവിനെ നിങ്ങൾ ഉപയോഗിക്കുക. ഈ ഭൂമി എന്നത് ഒരു കൃഷിയിടമാണ്. അദ്ദുന്യ മസ്റഅ, മസ്റഅത്താണിത്, അഥവാ കൃഷിസ്ഥലമാണ്. ഇവിടെ നാം ഉൽപ്പാദിപ്പിക്കുന്ന, കൃഷി ചെയ്യുന്ന കൃഷികളാണ് നാളെ നമുക്ക് കൊയ്തെടുക്കേണ്ടത്. കൃത്യമായി 2 മാലാഖമാർ അത് രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദുൻ. 2 പേർ അപ്പുറയും ഇപ്പുറയും ഇരുന്ന് നാം പറയുന്നത്, നാം ചെയ്യുന്നത് എല്ലാം റെക്കോർഡാക്കുന്നുണ്ട്. നമ്മോട് തന്നെ വായിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യും അടുത്ത ഒരു സമയത്ത്. അതുകൊണ്ട് ഈ ലോകത്തുള്ള നമ്മുടെ ജീവിതത്തിൽ അടുത്ത ലോകത്തേക്ക് വേണ്ടിയുള്ള സമ്പാദ്യമാക്കി മാറ്റാൻ നാം പരിശ്രമിക്കുന്നില്ലെങ്കിൽ, അങ്ങനെ നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ മക്കളെയും നമ്മുടെ കൂട്ടുകാരെയും ഈ ഒരു രീതിയിലേക്ക് നാം ക്ഷണിക്കുന്നില്ലെങ്കിൽ, സഹോദരങ്ങളെ, വേഗത്തിൽ പോകുന്ന ഈ സമയം വളരെ പെട്ടെന്ന് തന്നെ നമ്മിലേക്ക് വന്ന് മരണത്തിൻ്റെ ദൂതുമായി വന്ന് ഏതെങ്കിലും ഖബർസ്ഥാനിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അവിടെ ചെന്ന് നമ്മോടുള്ള ചോദ്യപ്പാട് കഴിഞ്ഞ് ഒന്നിരിക്കൽ രക്ഷ അല്ലെങ്കിൽ ശിക്ഷയിലായി കഴിയേണ്ടി വരും, ലോകത്തിന് ഊത്തുവരുന്നത് വരെ. അതിനുശേഷം നമ്മെ എഴുന്നേൽപ്പിക്കും, അള്ളാഹുവിൻ്റെ മുമ്പിൽ കണക്ക് ചോദ്യത്തിനായി കൊണ്ടുപോകും. മഹ്ശർ എന്നാണ് അതിന് ദീൻ പരിചയപ്പെടുത്തുന്നത്. അവിടെ കൊണ്ടുപോയി നിർത്തി ചോദ്യപ്പാടുണ്ടാകും.
ബഹുഭൂരിഭാഗം ആളുകളും നഷ്ടത്തിലായിരിക്കും, കഷ്ടത്തിലായിരിക്കും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. കുറച്ച് ആളുകൾ രക്ഷപ്പെട്ടവരായിരിക്കും. അവർ പറയും ഞങ്ങളുടെ കിതാബ് വായിച്ചു നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റവരെ കാണിച്ചു കൊടുക്കും. ഹതഭാഗ്യരായ ആളുകൾ നരകത്തിലേക്ക് വീഴുന്ന അവസ്ഥയുണ്ടാകും. അള്ളാഹു പറയുന്നു, കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ. എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് നമ്മളോട് ഓതാൻ, പാരായണം ചെയ്യാൻ മുബാറക്കായ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അധ്യായത്തിലെ ആയത്തുകളാണ്. കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും. എന്തിനാണ് ഇത് എല്ലാ ദിവസവും ഓതാൻ പറഞ്ഞത്? വെറുതെ ഒരു ഖത്തം ഓതി തീർക്കാനോ, അല്ലെങ്കിൽ പത്രം വായിച്ചു വിടുന്നത് പോലെ വിടാനോ, അല്ലെങ്കിൽ ലേഖനം വായിച്ചു തീർക്കുന്നത് പോലെ അങ്ങോട്ട് മാറ്റിവെക്കാനാണോ? അല്ല, തീർച്ചയായും ഇതിൽ നിന്നും ഉൾക്കൊള്ളാനാണ്. എന്തായി പറയുന്നത്? കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ. നരകത്തിലേക്ക് ഓരോരോ സംഘങ്ങളെയും തള്ളി ഇടുന്ന അവസരത്തിൽ അതിൻ്റെ മാലാഖമാർ ചോദിക്കും, അലം യഅതികും നദീർ, ഇങ്ങനെ ഒരു സംഭവമുണ്ട് എന്ന്, നരകമുണ്ട് എന്ന്, പ്രയാസപ്പെടേണ്ടി വരുമെന്ന്, ശിക്ഷയുണ്ട് എന്ന് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന ആരും നിങ്ങളുടെ വീട്ടിലും നാട്ടിലും നിങ്ങളുടെ പള്ളിയിലൊന്നും എത്തിയില്ലേ? നിങ്ങളുടെ സമൂഹത്തിലെത്തിയില്ലേ? എന്തേ ഇങ്ങോട്ട് പോകുന്നത്? ഖാലു, ആ നരകത്തിലേക്ക് വീഴുന്ന ആളുകൾ പറയുകയാണ്, ബല, വന്നിരുന്നു. ഖദ് ജാഅനാ നദീർ, മുന്നറിയിപ്പുകാരൻ വന്നു. ഫകദബ്നാ വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ഷൈ. ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ പറയുന്നതൊക്കെ വെറുതെ പറയുന്നു. അങ്ങനെ ഒരു ലോകവുമില്ല, അങ്ങനെ ഒരു സ്വർഗവുമില്ല, അങ്ങനെ ഒരു നരകവുമില്ല. ജീവിതം എന്നത് ഇവിടെ അടിച്ചു പൊളിക്കാനുള്ളതാണ്. അതിൻ്റെ ഫലങ്ങളാണ് സഹോദരങ്ങളെ നാം ഈ കാണുന്നതല്ല. നാം ഇപ്പം അനുഭവിക്കുന്നത് അതിൻ്റെ പ്രതിഫലങ്ങളാണ്. അതായത് അടുത്ത ഒരു ലോകമില്ല, അങ്ങനെ ഒരു ജീവിതമില്ല, സ്വർഗവുമില്ല, നരകവുമില്ല, അള്ളാഹുമില്ല, സൃഷ്ടാവുമില്ല, ചോദ്യപ്പാടുമില്ല. ഇവിടെ എങ്ങനെയെങ്കിലുമൊക്കെ തകർത്ത് തരിപ്പണമായി ആക്കി ജീവിക്കണം, അടിച്ചുപൊളി. ഇവിടെ ആ ജീവിതം എന്നുള്ളത്, സുഖം എന്നുള്ളത് ഇവിടെയാണ്. ഈ ഒരവസ്ഥയിലേക്ക് നമ്മുടെ മക്കളുടെ അടക്കം, ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അടക്കം ഒരു ചിന്താഗതി ആക്കിയതിനും ജന്മം നൽകിയ ഞാനും നമ്മളെല്ലാവരും ഉത്തരവാദികളാണ്. ഒന്ന് സംസാരിച്ചു നോക്ക്. അവർ പറയും എന്ത് ജീവിതം വേണ്ട. അവരുടെ പ്രവൃത്തിയും അവരുടെ ചില നിലപാടുകളും അവരുടെ ചില രീതികളെല്ലാം നമുക്കത് ഓതിത്തരുന്നുണ്ട്. അടുത്തൊന്നില്ല. ആ അവസ്ഥയിലേക്കാണ് സഹോദരങ്ങളെ നാം പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് വാഹനങ്ങളും റോഡുകളും ഒരുക്കാതിരിക്കുന്നത്? എന്തിനാണ് ഇനി ഭൂമി ഒരുപാട് ഇവിടെ നിലനിൽക്കുന്നത്? ഇങ്ങനത്തെ ഒരു തലമുറ സമ്പൂർണമാകാനോ? അല്ലാഹ് എന്ന് കൃത്യമായി വിശ്വാസത്തോടുകൂടി പറയുന്ന ഒരാൾ പോലും ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കെ ലോകം അവസാനിക്കില്ലെന്ന് സത്യസന്ധനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വാക്ക് നൽകിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ സഹോദരങ്ങളെ, വിശ്വാസത്തോടെ ആത്മാർത്ഥതയോടുകൂടി ആ ഉന്നതമായ ജലാലത്തിൻ്റെ ഇസ്മു പറയാൻ ഒരാൾ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് നമ്മുടെ തലമുറ അടക്കം വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുന്നത്. അതിനാണ് നാം സമ്പത്ത് മുടക്കിക്കൊണ്ടിരിക്കുന്നത്, സമയവും ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. വല്ലാത്ത ഒരു രീതിയിലേക്കാണ്. ചിലപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെയൊക്കെ ഉണ്ട്, അങ്ങോട്ട് കുറച്ചങ്ങ് കഴിഞ്ഞങ്ങ് മരിച്ചു പോകും. അടുത്ത ഒന്ന് വളരെ പ്രശ്നമായിരിക്കും. നമ്മുടെയൊക്കെ കാലം തീരുന്നതിന് മുമ്പ് സംഭവിക്കുമോ ഇല്ലയോ എന്നറിയില്ല. അത്ര കണ്ടായി.
ചിലപ്പോൾ ഒരു പരിധി വരെ പോയാൽ നമ്മളൊക്കെ ഖബറിലേക്കായേക്കാം. അടുത്ത ഒരു തലമുറ പൂർണ്ണമായും തകർന്നടിയുന്ന നിലയിലുള്ള വിശ്വാസങ്ങളാണ്, പ്രവൃത്തികളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ ദീൻ, അതിൻ്റെ അഹ്കാമുകളും അതിൻ്റെ വിധിവിലക്കുകളും നമ്മോട് ഉത്ബോധനം നടത്തിയിട്ടും നാം അതൊന്നും യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളേണ്ട വിധം ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല. വെറുതെ വായിച്ചു തീർക്കുന്ന ഒരു പുസ്തകമെന്നല്ലാതെ ജീവനുള്ളതോ നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കേണ്ടതോ നമ്മുടെ ഇമാമായി നിൽക്കേണ്ടതോ ആയ ഒരു ഗ്രന്ഥമായി ഖുർആനിനെ നാം പരിഗണിച്ചിട്ടില്ല. ആരാണ് നിൻ്റെ മാതൃക എന്ന് ചോദിക്കുമ്പോൾ ഖുർആനാണ് എൻ്റെ മാതൃക എന്ന് ഖബറിൻ്റെ ഉള്ളിൽ കിടന്ന് പറയാൻ ധൈര്യവും തൻ്റെടവും ഉറപ്പുമുള്ള എത്ര പേര് നമ്മിലുണ്ട്? അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ്, നാളെ പടച്ച തമ്പുരാൻ ചോദിക്കുന്നു, മനുഷ്യരെ ജിന്നുകളെ, അലം യഅ്തികും റസുലും മിൻകും, ദൂതന്മാർ നിങ്ങളുടെ അടുക്കൽ വന്നില്ലേ? യഖുസ്സൂന അലൈക്കും ആയാതി, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി, വയുൻദിറൂനക്കും ലിഖാ യൗമിക്കും ഹാദാ, ഈ ദിവസത്തെ നിങ്ങൾ കണ്ടുമുട്ടേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമായി. ഖാലു ഷഹിദ്നാ അലാ അൻഫുസിന, അവർ പറയും ഞങ്ങൾ വന്നിരുന്നു എന്ന് ഞങ്ങൾ തന്നെ സാക്ഷ്യം വഹിക്കുകയാണ്. പക്ഷേ വഗറത്തുഹുമുൽ ഹയാത്തുദ് ദുനിയ, ഈ ദുനിയാവിലെ ചില ആഡംബരങ്ങളും ചില സുഖങ്ങളും ചില ലഹരികളും ചില കളിയും ചില തമാശയും ചില അനാശാസ്യവും എല്ലാം ഞങ്ങളെ ചതിയിലാക്കി കെണിയിലാക്കി ഞങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞു തമ്പുരാനെ എന്ന് നാളെ അള്ളാഹുവിൻ്റെ മുന്നിൽ പറയുന്നു. അള്ളാഹ് പറയണോ ഷഹീദു അലാ അൻഫുസിഹിം, പിന്നെന്തിനാ ഈ പേടിക്കാനുള്ളത്? ടെൻഷൻ എന്താ? ഞാൻ ആരോടും അക്രമം ചെയ്തിട്ടില്ല. ഷഹീദിന അലാ അൻഫുസിഹിം, അവരുടെ നഫ്സിനെതിരിൽ അവർക്കെതിരിൽ അവർ തന്നെ സാക്ഷി നിൽക്കുകയാണ്. ഇനി അവരെ ശിക്ഷിക്കുന്നതിന് അവർക്കൊന്നും എന്നോട് ചോദിക്കാനുള്ള ചാൻസ് ഇല്ല. അവർ തന്നെ പറഞ്ഞു, ഞങ്ങൾ ലഹരിക്ക് അടിമപ്പെട്ടു, ഞങ്ങൾ കളിക്ക് അടിമപ്പെട്ടു, ഞങ്ങൾ അവിശ്വാസത്തിന് അടിമപ്പെട്ടു, ഞങ്ങൾ അള്ളാഹുവിനെ നിഷേധിക്കുന്നതിന് അടിമപ്പെട്ടു, ഞങ്ങളുടെ വിദ്യാഭ്യാസവും പരിസരവും ജീവിതവും ഞങ്ങളുടെ വീടും ഞങ്ങളുടെ കൂട്ടുകെട്ടും എല്ലാം അങ്ങനെ ആയിരുന്നു എന്നവർ സമ്മതിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞുകൊണ്ടാണ്, വ്യക്തമാക്കിക്കൊണ്ടാണ് അള്ളാഹു അക്രമികളെ പിടികൂടുക എന്ന് അള്ളാഹു തന്നെ അറിയിക്കുന്നു. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നാം ഉണരുക. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ദീനിയായ അവസ്ഥയിലാക്കി തീർക്കുക. സ്വഹാബ കിറാം റളിയല്ലാഹു അൻഹും അവരുടെയൊക്കെ വീടുകൾ പോലെ, അവരുടെയൊക്കെ നാടുകൾ പോലെ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ വീടുകളുടെ ഉള്ളുകളെങ്കിലും കുറേയൊക്കെ മാറ്റാനുള്ള പരിശ്രമിക്കുക. എന്നാൽ നാം രക്ഷപ്പെടും. റസൂൽ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതിൽ 10 ചെയ്താൽ രക്ഷപ്പെടുന്ന ഒരു കാലം ഇനി വരാനുണ്ട്. എന്നാൽ നിങ്ങൾ 10 ഉപേക്ഷിച്ചാൽ നിങ്ങൾ നശിക്കും. വരുന്ന സമയത്ത് 10 ചെയ്താൽ അവർ രക്ഷപ്പെടും. 9 പോകട്ടെ. വളരെ ഗൗരവപൂർവമായ നിലയിലുള്ള ചില കാര്യങ്ങളിൽ നാം ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ, അതായത് വിശ്വാസത്തിലും അതിനനുസരിച്ചുള്ള നിർബന്ധ കർമ്മങ്ങൾക്കും നാം ഒന്ന് ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ നാം എല്ലാം രക്ഷപ്പെടും. അള്ളാഹു എല്ലാ മുസ്ലിങ്ങളെയും എല്ലാ വിശ്വാസിനികളെയും അതിൽ അടിയുറച്ചു നിൽക്കാനും ഈമാൻ സമ്പൂർണ്ണമാക്കാനും അതിനുള്ള പഠനത്തിനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ.
اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ വിശ്വാസിനികളെ സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായി പാലിച്ച് സൂക്ഷിച്ച് തഖ്വയോടുകൂടി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളും ചിട്ടപ്പെടുത്തണമേ എന്ന് എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു. വളരെ ചെറിയ ഒരു അധ്യായമാണ്. സമയത്തിൻ്റെ വിലയും നിലയും ഇല്ലാത്തവർക്ക് സംഭവിച്ച ഗതികേടുകളുമെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞ ഈ അധ്യായം കാലം തന്നെയാണ് സാക്ഷ്യം. എല്ലാ മനുഷ്യന്മാരും നഷ്ടത്തിലാണ്. വിശ്വസിച്ചു, സൽക്കർമ്മങ്ങൾ ചെയ്തു, സത്യം അങ്ങും ഇങ്ങും ഉപദേശിച്ചു, ക്ഷമ പരസ്പരം ഉപദേശിച്ചവരും ഒഴികെ ഈ 4 ചതുർഗുണങ്ങൾ ഇല്ലാത്ത മുഴുവൻ ആളുകളും നഷ്ടത്തിലാണെന്നാണ്. അതിന് തെളിവ് മരണത്തിന് ശേഷം എന്നല്ല അല്ലാഹു പറഞ്ഞത്, കാലം തന്നെ അതിന് തെളിവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു ആ സൂറത്തിനെ അവസാനിപ്പിച്ചത്. വേറെ ഒരു കാര്യം അതിൽ ചർച്ചയില്ല. അതിൽ പറഞ്ഞത് ഈ 4 കാര്യമാണ്. നല്ല വിശ്വാസം വേണം, അമലു സ്വാലിഹാത്ത് വേണം. വിശ്വാസത്തിന് ശേഷം അമലു സ്വാലിഹാത്ത് വേണം. ആ കിട്ടിയ വിശ്വാസവും അമലു സ്വാലിഹാത്തും പരസ്പരം നിങ്ങൾ കൈമാറണം. ഈ വിശ്വാസവും അമലു സ്വാലിഹാത്തുകളും നിങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം ഇവകളെ നിങ്ങൾ കൈമാറുമ്പോൾ പല നിലയിലുള്ള പ്രതിസന്ധികളും ഉണ്ടായേക്കാം. അപ്പോൾ ക്ഷമയും വേണം എന്ന് നിങ്ങൾ ഉപദേശിക്കണം. നല്ല വിശ്വാസത്തിന് ക്ഷമ വേണം. ആ വിശ്വാസത്തിനനുസരിച്ചുള്ള കർമ്മങ്ങൾ ചെയ്യണമെങ്കിലും ക്ഷമ വേണം. അതോടൊപ്പം തന്നെ ഇത് പരസ്പരം അങ്ങും ഇങ്ങും പറയുമ്പോൾ ഇതിൻ്റെ 100 ഇരട്ടി ക്ഷമ പിന്നെയും വേണം. അതോടൊപ്പം തന്നെ ക്ഷമിക്കാനുള്ള ഒരു മഹാ തൗഫീഖും റബ്ബിൽ നിന്നും എപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കണം. ഇങ്ങനെ ഒരു 3-4 കാര്യങ്ങളില്ലെങ്കിൽ നഷ്ടപ്പെട്ടു എന്നാണ് അള്ളാഹു പറഞ്ഞത്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നാമൊക്കെ ഇങ്ങനെ ഉപദേശങ്ങൾ കേട്ടതുകൊണ്ട് കാര്യമില്ല, മാറാൻ മനസ്സിൽ വിചാരിച്ചതുകൊണ്ട് കാര്യമില്ല. അതോടൊപ്പം തന്നെ നമുക്ക് കിട്ടിയ ഈ ഉത്തരവാദിത്വവും ഈ ഉറപ്പും ഈ ദൃഢതയുമെല്ലാം നാം അത് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ നാട്ടുകാരിലും നമ്മുടെ കൂട്ടുകാരിലുമൊക്കെ നാം വിതറുന്നതിനോടൊപ്പം തന്നെ ഈ കാര്യങ്ങളിലും നാം ശ്രദ്ധ കൊടുക്കണം. അപ്പോഴാണ് നമ്മെ വിജയിയുടെ പട്ടികയിൽ ഏർപ്പെടുത്തുകയുള്ളൂ. ഇമാം ഷാഫിഈ റഹിമഹുല്ലാ പറഞ്ഞതായി കാണാൻ കഴിയും. സ്വഹാബ കിറാം റളിയല്ലാഹു അൻഹും അവരെല്ലാവരും പരസ്പരം കണ്ടുമുട്ടുന്ന അവസരത്തിൽ സലാം പറഞ്ഞ് കൈപിടിച്ച് മുസാബഹയ്ക്ക് ശേഷം അവർ ഈ ഒരു അധ്യായം അവർ മറ്റേ ആളോട് പാരായണം ചെയ്യുമായിരുന്നു. ഇതോർക്കണേ, നാം ഈ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കണം, സൽക്കർമ്മങ്ങൾ നാം അനുഷ്ഠിക്കണം, സത്യം പരസ്പരം ഉപദേശിക്കണം, ക്ഷമിക്കാനും ഉപദേശിക്കണം. ഇത് പരസ്പരം അവരങ്ങ് ഓതിക്കഴിഞ്ഞതിന് ശേഷമേ അവർ കുശലാന്വേഷണങ്ങൾക്ക് ശേഷം പിരിഞ്ഞു പോകാറുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഗൗരവമാണ്. അതുകൊണ്ട് സമയം തീരുന്നു, അടുത്ത മാസത്തിലേക്ക് നാം കടക്കുന്നു, അടുത്ത വർഷത്തിലേക്ക് കടക്കുന്നു. നമ്മുടെ അന്തരീക്ഷങ്ങളെല്ലാം വ്യത്യസ്തമായി മാറുന്നു. ഭൂമി അതിൻ്റെ യാത്ര ചോദിക്കുന്നു. നാം ഏത് സമയവും പോകാൻ റെഡി അല്ലെങ്കിലും റെഡിയായ നിലയിൽ സമയം നമ്മെ മാടി വിളിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ, നമ്മെ കബൂലാക്കട്ടെ, ആയുസ് നൽകട്ടെ, ആരോഗ്യം നൽകട്ടെ, ഇസ്തിഖാമത്ത് നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. اللهم اغفر لنا وللمؤمنين والمؤمنات. اللهم اغفر لنا وللمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات.